എല്ലാവരും സുഖമായിരിക്കുകയാണോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്തത് എന്തൊക്കെയാണെന്നൊന്ന് കണ്ടാലോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് എന്നെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ചാനൽ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മുടെ സ്കൂളിലത്തേക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് മേടിച്ചെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് നമ്മുടെ ഹംനയുടെ ബാഗാണ്. ഹംന കുട്ടി ഫസ്റ്റ് ടൈം സ്കൂളിൽ പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഹംനയ്ക്ക് നമ്മൾ എല്ലാ ഐറ്റംസും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ സ്കൂളിലത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹംനയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളത്. അവൾക്ക് ഒത്തിരി ഇഷ്ടമായ ഒരു ഫ്രോസൻ്റെ ആ ഒരു പിക്ചറൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് കേട്ടോ. അപ്പോൾ എനിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മൾ കുട്ടികളൊക്കെ കൊണ്ടുപോയി തന്നെ ബാഗും കാര്യങ്ങളൊക്കെ മേടിക്കണം അവരുടെ ഹൈറ്റിനൊക്കെ അനുസരിച്ചിട്ട്. അല്ലെങ്കിൽ ഒത്തിരി വലുതായി പോയാലും ചെറുതായി പോയാലും അവർക്ക് കംഫർട്ടായിരിക്കില്ല. ഇത് അവർക്ക് കറക്റ്റ് സൈസായിരുന്നു കേട്ടോ. ഈ ഒരു ബാഗിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു 600 അകത്തേ വരണുള്ളൂ. അടുത്ത് നമ്മൾ നോക്കുന്നത് ക്യാപ്പാണ്. നമ്മൾ സ്കൂളിലത്തേക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ് ഈ ഒരു ക്യാപ്പ്. ഈ ഒരു ക്യാപ്പിൻ്റെ വില വന്നിട്ട് 90 റുപ്പീസോ 80 റുപ്പീസോ എന്തോ ആണ്. അപ്പോൾ നമുക്ക് സ്കൂളിലത്തേക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഇപ്പോൾ മഴയൊക്കെ ഇല്ലേ, അപ്പോൾ എന്തായാലും നമ്മൾ സ്കൂളിലത്തേക്ക് ഒരു ക്യാപ്പ് മേടിച്ച് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഓരോ ടൈമായിട്ട് പർച്ചേസ് ചെയ്തെല്ലാം ഓരോ കവറിലാക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ലഞ്ച് ബാഗാണ്. 2 പേർക്ക് ലഞ്ച് ബാഗ് മേടിച്ചിട്ടുണ്ട്. മിൻഹയുടേതും അത് ചീത്തയായിട്ടുണ്ട്. അപ്പോൾ 2 പേർക്കും പുതിയ ലഞ്ച് ബാഗ് തന്നെ മേടിച്ചിട്ടുണ്ട്. ഇത് ഹംനയുടേതാണ്. ആ ഒരു ലഞ്ച് ബാഗ് വന്നിട്ട് മിൻഹയുടേതാണ്. ഇതൊരു 200 സംതിങ് എന്തോ ആണ്. അതിനകത്തേ വരുള്ളൂ. ഓഫറിലൊക്കെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലഞ്ച് ബാഗ് നമ്മൾ സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ ഇരിക്കാം അങ്ങനത്തെ രീതിയിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ വേണം നമ്മൾ ലഞ്ച് ബോക്സ് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ലഞ്ച് ബോക്സ് മേടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് യൂണിഫോമിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ബ്ലാക്ക് ഷൂസാണ് കേട്ടോ. അപ്പോൾ 2 പേർക്കും മേടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് ഷൂസ് മേടിച്ചിട്ടുണ്ട്. ഈ ബ്ലാക്ക് ഷൂ നമ്മൾ യൂണിഫോമിൻ്റെ കൂടെ ഇടുന്ന ഈ ഒരു ഷൂ ഒക്കെ നമ്മൾ ഈ ഒരു സ്കൂൾ ടൈമിൽ തന്നെ മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നമ്മൾ ഇടയ്ക്ക് വെച്ച് മേടിക്കുമ്പോൾ സൈസൊന്നും കിട്ടാൻ ചാൻസ് കാണത്തില്ല. അവർക്കൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ തുറക്കുന്ന ടൈമിൽ തന്നെ ഈ ഒരു ടൈപ്പ് ഷൂസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഹംനക്കുട്ടി അവിടെ ഷൂസൊക്കെ ഇട്ട് നോക്കിയാണ് പാകമാണോന്നൊക്കെ. നമ്മളൊക്കെ എല്ലാം ഇട്ട് നോക്കി കറക്റ്റായിട്ട് മേടിച്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഇട്ടിട്ട് സ്കൂളിൽ പോകാൻ കൊതിയായിട്ട് നിൽക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പൗച്ചസ് ആണ്. 2 പേർക്കും പൗച്ചസ് മേടിച്ചിട്ടുണ്ട്. പൗച്ചസൊക്കെ ഞാൻ ഒത്തിരി അങ്ങനെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും തന്നെ മേടിച്ചിട്ടില്ല കേട്ടോ. അത്യാവശ്യം ലോ കോസ്റ്റിലുള്ളതൊക്കെയാണ് മേടിച്ചിട്ടുള്ളത്. പൗച്ചസ് അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോക്സ് എടുത്തിട്ടുണ്ട്. ബോക്സ് മിൻഹയ്ക്ക് ഒരു പർപ്പിൾ ഷെയ്ഡും ഹംനയ്ക്ക് ഒരു ബ്ലൂവിലുള്ളതാണ്. അപ്പോൾ ഫ്രോസൺ ടൈപ്പ് യൂണിക്കോണിൻ്റെ ബോക്സൊക്കെയാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. അടുത്ത് നോക്കുന്നത് നമ്മൾ ലഞ്ച് ബോക്സസ് ആണ്. ഹംന പറഞ്ഞു ഹംനയുടേത് ആദ്യം നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹംനയുടേത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹംനയ്ക്ക് ഞാൻ വാങ്ങിച്ചത് സെല്ലോയുടെ ലഞ്ച് ബോക്സ് ആണ്, റൗണ്ട് ഷേപ്പിൽ വരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല എനിക്ക് ഇഷ്ടമായി. ഇത് വന്നിട്ട് ഒരു 200 നമ്മൾ 300ൻ്റെ അകത്തേ വരുന്നുള്ളൂ ഈ ഒരു ലഞ്ച് ബോക്സ് വന്നിട്ട്. അത്യാവശ്യം കമ്പനിയുടെ ഐറ്റംസ് മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ലഞ്ച് ബോക്സൊക്കെ. അപ്പോൾ ഇതിനകത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കവറിങ് കൊടുത്തിട്ടുണ്ട്. അകത്ത് നമുക്ക് കൂട്ടാനൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു സ്പ്ലിറ്റഡ് ആയിട്ടുള്ളൊരു ബോക്സും കൂടി അതിൽ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയുണ്ട് മിൻഹ? തുറന്നേ, ഓപ്പൺ ചെയ്താൽ ഇതിൽ നമുക്ക് കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ ഇല്ല. ഒരു ഫോർക്കും ഒരു സ്പൂണും ഉണ്ട്. പിന്നെ നമുക്ക് കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു പാത്രമുണ്ട്. പിന്നെ നമ്മൾ മിൻഹയ്ക്ക് വാങ്ങിച്ചിട്ടുള്ളത് മിൽട്ടൻ്റെതാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള നമുക്ക് ഇത് എടുത്ത് കാണിച്ചു കൊടുത്തേ മിൻഹ. ആദ്യം നമുക്കിതിനകത്ത് പാത്രം എടുക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്കിങ്ങനെ എടുത്ത് നമുക്ക് കഴുകാൻ ഇത് കൊള്ളാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ അഴുക്കൊക്കെ പിടിച്ചിട്ട് നമുക്ക് ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഇരുന്നിട്ട് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഈ ഒരു സംഭവം നമുക്ക് കൊള്ളാം. ഇളകി മാറ്റിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു മിൽറ്റിൻ്റെ ലഞ്ച് ബോക്സിന് 400 അതിനകത്തേ വരുന്നുള്ളൂ. ഓഫറിലൊക്കെ കിട്ടിയതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് നല്ല ക്വാളിറ്റി കൊടുക്കുന്നുണ്ട്. മിൻഹയ്ക്ക് പറ്റിയ ആ ഒരു അവളുടെ ഫുഡ് കഴിക്കുന്നതിന് പറ്റിയ ഒരു ലഞ്ച് ബോക്സ് ആണ്.
പിന്നെ സാധാ ഒരു നോർമൽ ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. പിന്നെ സാധാ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ബോട്ടിൽ കൂടി മേടിച്ചിട്ടുണ്ട്. ഇത് ഹംനയ്ക്ക് നമുക്ക് വെള്ളം കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. വാട്ടർ ബോട്ടിലാണ്. ഇതിനകത്ത് ഒരു സ്ട്രോ ഒക്കെ കൊടുക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ബോട്ടിലാണ് കേട്ടോ. ഇത് വന്നിട്ട് ഒരു 200-300 അതിൻ്റെ ഇടയ്ക്കേ വരുന്നുള്ളൂ ഇതിൻ്റെ റേറ്റ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. വാട്ടർ ബോട്ടിലൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെത് തന്നെ മേടിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അവർക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ ഇതുപോലെ സ്ട്രോ ഒക്കെ ഉള്ളത് ബോട്ടിലൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അവർക്ക് ഈ അടപ്പൊക്കെ ഉള്ളത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നല്ല ബോട്ടിലാണ് കേട്ടോ. പിന്നെ നമ്മൾ സ്നാക്സ് ബോക്സ് സാധാ നോർമൽ ടൈപ്പിലുള്ള സ്നാക്സ് ബോക്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഒരു സ്നാക്സ് ബോക്സ് വന്നിട്ട് ഒരു 60 റുപ്പീസ് അങ്ങനെയൊക്കെ അതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. നോർമൽ ലൈറ്റുള്ള സ്നാക്സ് ബോക്സ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് കൂട്ടാനൊക്കെ കൊടുത്തിടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു അടപ്പുള്ള പാത്രം കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് 40 റുപ്പീസ് എന്തോ ആണ് ഈ ഒരു അടപ്പ് പാത്രം. പിന്നെ നമ്മൾ ഈ ഒരു ലഞ്ച് ടവൽ മറക്കാതെ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കിത് ഫുഡ് കൊടുത്ത് വിടുമ്പോൾ നമുക്ക് സ്കൂളിൽ നിന്ന് പ്രത്യേകം പറഞ്ഞു വിടുന്നതാണ് ലഞ്ച് ടവൽ വച്ച് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ലഞ്ച് ടവൽ കൂടി മേടിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് ചീത്തയാവുന്ന ടൈമിൽ നമുക്ക് വീണ്ടും വേറെ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ലഞ്ച് ടവലും കൂടി മേടിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ 1-2 ഹാൻഡ് കർച്ചീഫ് കൂടി മേടിക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി അത്യാവശ്യമുള്ള ഐറ്റംസൊക്കെയാണ് ലഞ്ച് ടവലും നമ്മുടെ ഈ ഒരു ഹാൻഡ് കർച്ചീഫൊക്കെ കേട്ടോ. ഈ ഒരു ഇതൊക്കെ നോർമൽ റേറ്റൊക്കെ ഉള്ളൂ. വലുതായിട്ട് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു 2 ഫയൽസ് മേടിച്ചിട്ടുണ്ട്. ഈ 2 ഫയൽസ് വന്നിട്ട് ഒന്ന് വന്നിട്ട് 60 റുപ്പീസ് എന്തോ ആണ്. ഈ ഒരു ഫയൽ നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ. കുട്ടികളുടെ എന്തെങ്കിലും പേപ്പേഴ്സോ കാര്യങ്ങളോ എല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവർക്ക് എന്തെങ്കിലും പിക്ചേഴ്സോ കാര്യങ്ങളൊക്കെ വരയ്ക്കുകയാണെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഒഫീഷ്യൽ ഡീറ്റെയിൽസ് അങ്ങനെ വെക്കാനല്ല ഞാൻ മേടിച്ചത്. അവരുടെ ഈ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പേപ്പേഴ്സോ കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മേടിച്ചതാണ് കേട്ടോ ഈ 2 ഫയൽസ്. അപ്പോൾ അവർക്കത് ചുളുങ്ങി പോകാതെ ആ പേപ്പറൊക്കെ അതിനകത്ത് തന്നെ നല്ല രീതിയിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫയൽസ് മേടിക്കുന്നത് നല്ലതാണ്. പിന്നെ കുറച്ച് ടൈപ്സ് നെയിം സ്ലിപ്പ് കൂടി മേടിച്ചിട്ടുണ്ട്. കുറേ പിക്ചേഴ്സൊക്കെ വരുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന പിക്ചേഴ്സൊക്കെ വരുന്ന നെയിം സ്ലിപ്പ് കൂടി മേടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കുന്നത് കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുറച്ച് പെന്നും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഐറ്റംസ് ഒന്നും സ്കൂളിലൊന്നും കൊടുത്തുവിടാനേ പാടില്ല. അതെന്തായാലും അവർ മിസ് ചെയ്തുകൊണ്ട് വരും. നമുക്ക് വീട്ടിൽ അവർക്ക് വച്ച് വരയ്ക്കാവുന്നതാണ് ഈ ഒരു ഐറ്റംസൊക്കെ. പിന്നെ ഇങ്ങനത്തെ 1-2 ക്രാഫ്റ്റ് ഐറ്റംസിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള പേപ്പേഴ്സൊക്കെയാണ്. ഒരു പേപ്പറിന് 4 റുപ്പീസ് എന്തോ ആണ് ഇതിൻ്റെ റേറ്റ്. പിന്നെ ഹൈലൈറ്റർ, സ്കെച്ച് പെൻ, കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെയുള്ളത് നമുക്ക് ബുക്ക് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് മറ്റേ ബ്രൗൺ പേപ്പേഴ്സ്, ചാർട്ട് പേപ്പേഴ്സ് അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ മേടിച്ചിട്ടുണ്ട്. 2 പേർക്കും ബുക്കൊക്കെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും എല്ലാം കവറപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ആ ഒരു ബ്രൗൺ പേപ്പർ വന്നിട്ട് 35 റുപ്പീസിനാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ചാർട്ട് പേപ്പർ കൂടി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചാർട്ട് പേപ്പർ വാങ്ങിച്ച് വെക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും ഡേയ്സോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പോസ്റ്റേഴ്സോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് പറയും. പിന്നെ അതുപോലൊരു സ്റ്റെൻസിലിൻ്റെ ഒരു സ്കെയിൽ കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ആ ചാർട്ട് പേപ്പറൊക്കെ വാങ്ങിച്ച് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യ സമയത്തൊക്കെ യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ്. അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കുന്ന ടൈമിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ നമ്മുടെ കണ്ണിൽ കാണുമല്ലോ. പിന്നെ നമ്മൾ A4 ഷീറ്റിൻ്റെ കുറച്ച് പേപ്പേഴ്സ് കൂടി വാങ്ങിച്ച് വെക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് സ്കൂളിൽ നിന്ന് എന്തെങ്കിലും അസൈൻമെൻറ്റ്സോ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു പാക്കറ്റ് നമ്മൾ പെൻസിൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ 10 പെൻസിൽ വരുന്നതാണ് ഈ ഒരു പാക്കറ്റിലുള്ളത്. പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് ഇറേസറും ഒരു ഷാർപ്പ്നറൊക്കെ അതിനകത്ത് തന്നെ അവർ വെച്ചിട്ടുണ്ട്. ഇത് ഷാർപ്പ് ചെയ്തിട്ടുള്ള പെൻസിലാണ് കേട്ടോ. ഷാർപ്പ് ചെയ്യാത്ത പെൻസിൽ ബോക്സൊക്കെ ഉണ്ട്, ഞാൻ വാങ്ങിച്ചില്ല. ഞാൻ ഷാർപ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ പെൻസിൽ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ 2 ഇതുപോലത്തെ നോർമൽ 2 സ്കെയിൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള പെൻസില്, പിന്നെ നമ്മൾ ഹൈലൈറ്റർ, ഇങ്ങനത്തെ കുറേ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി എന്താണ്, പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഷാർപ്പ്നറാണ്. ഇത് ഹംനയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചതാണ്. എല്ലാത്തിനും ഞാൻ 2 എണ്ണം വെച്ച് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കീ ചെയിൻ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് മിൻഹ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ക്യൂട്ടായിട്ടുള്ള 2 കീ ചെയിൻ വാങ്ങിച്ചിട്ടുണ്ട്.
സ്റ്റേഷനറി ഐറ്റംസിൽ പിന്നെ സ്കെച്ച് പെൻ, ഗ്ലൂ ഗം, സ്റ്റാപ്ലെയറിൻ്റെ പിന്ന്. സ്റ്റാപ്ലെയർ ഓൾറെഡി ഉള്ളത് കൊണ്ട് സ്റ്റാപ്ലെയർ വാങ്ങിച്ചില്ല. പിന്നെ സ്റ്റാപ്ലെയറിൻ്റെ പിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ്, കുഞ്ഞു കുഞ്ഞു ഐറ്റംസ്. പിന്നെ ഒരു നോട്ട് പാഡ് കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യമാണ് കേട്ടോ, എന്തെങ്കിലുമൊക്കെ നോട്ടോ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു നോട്ട് പാഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് മിൻഹയുടെ ക്രയോണാണ്. അവർക്ക് കുറച്ച് വലുതാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിപ്പോൾ അവൾക്ക് സൂക്ഷിക്കാനുള്ള പ്രായമായല്ലോ. അപ്പോൾ ഹംനയ്ക്ക് നമ്മൾ 10 റുപ്പീസിൻ്റെ ആ ഒരു ചെറിയ പാക്കിൻ്റെ ക്രയോണാണ് വാങ്ങിച്ചിട്ടുള്ളത്. സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുട്ടികൾക്ക് ഇത് തന്നെ ധാരാളമാണ് കേട്ടോ. അവരെന്തായാലും ഇതിൽ കുറേയൊക്കെ കൊണ്ട് മിസ് ചെയ്തിട്ടൊക്കെ വരും. അതുകൊണ്ട് തന്നെ ഒരു നോർമൽ സൈസുള്ള ക്രയോൺസ് മതിയാവും. പിന്നെ നമുക്ക് യൂണിഫോമിൻ്റെ കൂടെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ബോസ് കാര്യങ്ങൾ, പിന്നെ കർച്ചീഫ് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു കർച്ചീഫ്, അതൊക്കെ നമ്മൾ മിസ് ചെയ്യാതെ തന്നെ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ കുട നമുക്ക് ഹംനയ്ക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ. ഇത് മിൻഹയുടെ കുടയാണ്. ഹംനയ്ക്ക് ഇതുപോലത്തെ ബട്ടനുള്ള കുടയാണ് ഞാൻ തിരക്കിയത്. അപ്പോൾ സ്കൂൾ ടൈമിന് കുറച്ച് മുമ്പാണ് നമ്മൾ ഷോപ്പിൽ തുടങ്ങിയത്. അപ്പോൾ ഇനി നമ്മുടെ സ്റ്റോക്സും കാര്യങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഹംനയ്ക്ക് ഒരു കുട കൂടി മേടിക്കണമെന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുട വാങ്ങിച്ചു കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ, ബട്ടണുള്ള കുട. അവർക്ക് കുറച്ച് കംഫർട്ടായിരിക്കും തുറക്കാനൊക്കെ. പിന്നെ നമ്മളിനി കാണിക്കാൻ പോകുന്നത് നോട്ട്ബുക്സാണ്. അപ്പോൾ മിൻഹയ്ക്കും ഹംനയ്ക്കുള്ള നോട്ട്ബുക്സാണ്. ഹംനയുടെ നോട്ട്ബുക്ക് ഞാൻ പ്രത്യേകമായിട്ട് പാക്ക് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്, രണ്ടും കൂടെ മിക്സ് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു റൈറ്റിംഗ് ബോർഡ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരിപ്പുണ്ട്, ആ ഫോട്ടോയിൽ വീഡിയോയിൽ കാണാൻ പറ്റും. ഞാനത് പറയാൻ വിട്ടുപോയി. ആ ഒരു റൈറ്റിംഗ് ബോർഡ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റംസാണ് നമ്മൾ 1 ഇയർ പർച്ചേസാണ് കേട്ടോ. 1 ഇയറിന് വേണ്ടിയിട്ട് നമ്മൾ സ്കൂൾ പർച്ചേസാണ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഫുൾ ഐറ്റംസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഒരു ഐറ്റംസ് പോലും മിസ് ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിലൂടെയൊക്കെ ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ടാറ്റാ.